ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ പ്രൈസിങ് മെത്തേഡിൻ്റെ നെക്സ്റ്റ് മെത്തേഡായിട്ടുള്ള ആവറേജ് പ്രൈസ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മെറ്റീരിയൽ പ്രൈസിങ്ങിൽ കോസ്റ്റ് മെത്തേഡ് പഠിച്ചു, അതിൽ ലിഫോ ഫിഫോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ആവറേജ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലിഫോയിനെയും ഫിഫോയിനേക്കാളും കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതിന് കുറച്ച് ഡിഫറെൻറ്റുമാണ് മെത്തേഡ്. അപ്പോൾ എന്താണ് ആവറേജ് പ്രൈസ് മെത്തേഡ് എന്ന് നോക്കാം. ആവറേജ് കോസ്റ്റ് മെത്തേഡ്സ് ആർ ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ദ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലോഡ്സ്. അതായത് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലോഡ്സ് എന്നായിരിക്കും. ഡിഫറെൻറ്റ് ഡേറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ 1-ാം തീയതി നമ്മൾ ഒരു 200 യൂണിറ്റ് പർച്ചേസ് ചെയ്തു, ദെൻ 2-ാം തീയതി ഒരു 300 യൂണിറ്റ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ലോഡ്സുകളാക്കി വെക്കുന്നില്ല. ആവറേജ് പ്രൈസിങ് മെത്തേഡിൽ ഇതെല്ലാം കൂടി എന്ത് ചെയ്യാണ്, ഡിഫറെൻറ്റ് ലോഡ്സ് ആർ സ്റ്റോർ ടുഗദർ. അതായത് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത് ഈ 200 യൂണിറ്റ്സ്, ഇപ്പോൾ 200 യൂണിറ്റ്സ് വാങ്ങി അത് നമ്മൾ സ്റ്റോർ ചെയ്തു, പിന്നെ 300 യൂണിറ്റ്സ് ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ മൊത്തമായിട്ട് 500 യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ സ്റ്റോറേജ് ഉണ്ടാവുക. അതായത് നമ്മൾ ലിഫോയിൽ ഫിഫോയിൽ ചെയ്യുന്ന പോലെ ഓരോ ഫസ്റ്റ് വാങ്ങുന്ന മെറ്റീരിയൽ ഫസ്റ്റായിട്ട് സെപ്പറേറ്റ് കാണിക്കും. ദെൻ അതുപോലെയല്ല ഇവിടെ ഉണ്ടാവുക. ഇത് നമ്മൾ എത്രയാണോ ഡിഫറെൻറ്റ് ലോഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യാണ്, ടുഗദർലി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആൻ ഇഷ്യൂ കനോട്ട് ബി മെയ്ഡ് ഫ്രം എ സ്പെസിഫിക് ലോഡ്സ്. പിന്നെ നമ്മൾ ഇത് ഇഷ്യൂ ചെയ്യുമ്പം ആദ്യം വാങ്ങിയെന്ന് ആദ്യം ഇഷ്യൂ ചെയ്യുക, അവസാനം വാങ്ങിയതെന്ന് പിന്നെ ഇഷ്യൂ ചെയ്യുക ഒന്നുമില്ല. നമ്മൾ മൊത്തം എത്ര ഉണ്ട്, 500 യൂണിറ്റ്സ് ആണ് ഇപ്പം നമുക്ക് 2 ദിവസം വാങ്ങിയെന്നുണ്ടാവുക. ഈ ഒരു 500 യൂണിറ്റ്സിൽ നിന്ന് 250 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വാങ്ങിയത് 200 ആയിരുന്നു. ഫിഫോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ നമ്മൾ 200-ന് 250 ആദ്യം ഇഷ്യൂ ചെയ്യും. ലിഫോ ആണെങ്കിൽ നേരെ തിരിച്ച് ഇഷ്യൂ ചെയ്യും. ഇവിടെ അങ്ങനെയില്ല, നമുക്ക് ടോട്ടൽ എത്ര മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടോ അതൊന്നും നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 500 യൂണിറ്റ്സ് ആണ് മൊത്തമായിട്ട് നമുക്കുള്ളത്. അത് നമ്മൾ ഈ 500-ന് എന്ത് ചെയ്യും, 250 ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തെന്നോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്നോ അങ്ങനെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നില്ല, ഇഷ്യൂ നടത്തുന്നില്ല. ഓക്കെ, therefore മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ദ ആവറേജ് കോസ്റ്റ് പ്രൈസ്. ആവറേജ് കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡേറ്റ് ആൻഡ് പ്രൈസ് ഓഫ് പർച്ചേസ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈസ് വേണം. അപ്പം നമ്മളിവിടെ ആവറേജ് പ്രൈസാണ് കാണുക. ഫോർ എക്സാമ്പിളായിട്ട് ഈ 1-ാം തീയതി ഒന്നുകൂടി പറയാണ്, 1-ാം തീയതി നമുക്ക് 200 യൂണിറ്റ്സിൻ്റെ 2 രൂപയുടെ ഒരു പർച്ചേസാണ് നടന്നത്. 2-ാം തീയതി 300 യൂണിറ്റ്സ് ആണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. 300 യൂണിറ്റ്സ് 3 രൂപേൻ്റെ. ദെൻ 3-ാം തീയതി ഒരു 250 യൂണിറ്റ്സിൻ്റെ പർച്ചേസ് ഇഷ്യൂ ആണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്ക് 250 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണം. അപ്പം നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് പ്രൈസ് ആയിരിക്കും. അപ്പം നമുക്ക് മൊത്തമായിട്ട് പർച്ചേസ് ചെയ്തത് 500 മൊത്തം എത്രയുണ്ട്, 500 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആവറേജ് പ്രൈസ് കാണുക എങ്ങനെയാണ്, 2 + 3 / 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് പ്രൈസ് തീരുമാനിക്കുന്നത്. ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് തീരുമാനിക്കുക ആവറേജ് പ്രൈസിലായിരിക്കും. ഓക്കെ, അതിന് പുതിയ കൺസൈൻമെൻറ്റ് വരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൈസിങ് എന്ത് ചെയ്യുകയും ചെയ്യും, മാറുകയും ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഈ ആവറേജ് പ്രൈസ് മെത്തേഡിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സിമ്പിൾ ആവറേജ് മെത്തേഡ്സ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്സ്, പീരിയോഡിക് സിമ്പിൾ ആവറേജ് മെത്തേഡ്, പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്സ്, മൂവിങ് സിമ്പിൾ ആവറേജ് മെത്തേഡ്, മൂവിങ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് സിമ്പിൾ ആവറേജ് മെത്തേഡും അതേപോലെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡാണ്. ഓക്കെ, സിമ്പിൾ ആവറേജ് മെത്തേഡാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ്. Under this method, the issue price is calculated by dividing the total of unit price of material in the stock from material are issued. Okay,
നമ്മളെങ്ങനെയാണ് സിമ്പിൾ ആവറേജ് മെത്തേഡിൽ പ്രൈസ് കണ്ടുപിടിക്കുക? നമ്മുടെ എത്രയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ടോട്ടൽ യൂണിറ്റ് ഓഫ് പ്രൈസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതായത് ആവറേജ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ആവറേജ് പ്രൈസ് ചേഞ്ച് വെൻ എ ന്യൂ കൺസൈൻമെൻറ്റ് ഈസ് റിസീവ്ഡ്. പുതിയ പർച്ചേസിങ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ പുതിയ കൺസൈൻമെൻറ്റ്സ് ഉണ്ടാവുമ്പോൾ ആവറേജ് പ്രൈസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണത് ചെയ്യുന്നതെന്ന്. നമുക്ക് അവിടെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ സിമ്പിൾ ആവറേജ് പ്രൈസിങ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ ടു ഓപ്പറേറ്റ്. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് മച്ച് ക്ലറിക്കൽ വർക്ക്. കൂടുതൽ ക്ലറിക്കൽ വർക്കൊന്നും ആവശ്യമില്ല. ദെൻ ഇഷ്യൂ റേറ്റ് റിമൈൻ സെയിം അണ്ടിൽ എ ഫ്രഷ് പർച്ചേസ് ഈസ് മെയ്ഡ്. അതായത് പുതിയൊരു പർച്ചേസ് തുടങ്ങുന്നത് വരെ, ഇപ്പം നമുക്ക് 1-ാം തീയതി ഒരു 200 യൂണിറ്റ്സ് 2 രൂപയ്ക്ക്, 2-ാം തീയതി ഒരു 300 യൂണിറ്റ്സ് 3 രൂപയ്ക്ക്, ദെൻ 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ഇഷ്യൂ ആണെങ്കിൽ ഒരു പുതിയ പർച്ചേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നവരെ നമ്മുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിമൈൻ സെയിം ആയിരിക്കും. ഓക്കെ, ഓർ ദ കൺസൈൻമെൻറ്റ് ഗെറ്റ് എക്സോസ്റ്റ് ബിഫോർ ദ കറണ്ട് ഇഷ്യൂ ഈസ് മെയ്ഡ്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് എ മിക്സഡ് ഫ്രം ഓഫ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. ഇതെന്താണ്, മാർക്കറ്റ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും ഒരു മിക്സഡ് ആണെന്ത്, സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് സിമ്പിൾ ആവറേജ് മെത്തേഡിൽ പഠിക്കാനുള്ളത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്താണ്, ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഈച്ച് ലോട്ട് ഈസ് ഇഗ്നോർ. നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു അത് ഓരോ ലോട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യപ്പെടുന്നു. അതിന് എന്താണ്, പ്രാധാന്യം ഇല്ല. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഗീവ് ആക്യുറേറ്റ് റിസൾട്ട് വെൻ പ്രൈസ് ഫ്ലക്ച്വേറ്റ് കൺസിഡറബിളി. ഇവിടെ എന്താണ്, ആവറേജ് പ്രൈസ് പുതിയ കൺസൈൻമെൻറ്റ്സ് ഉണ്ടാകുന്നതിനനുസരിച്ച് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് തരുന്നില്ല. ദെൻ ചാൻസ് ഓഫ് ക്ലറിക്കൽ എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ് ആർ മോർ. ക്ലറിക്കൽ എറേഴ്സും അതേപോലെ മിസ്റ്റേക്സും കൂടുതലായിരിക്കും ഈ ഒരു മെത്തേഡിൽ. ദെൻ ഇറ്റ് ഗീവ് റേസ് ടു പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ മെറ്റീരിയൽ ബിക്കോസ് ഇഷ്യൂ പ്രൈസ് ഡസ് നോട്ട് റിലേറ്റഡ് ടു ദ കോസ്റ്റ് ഓഫ് എനി കൺസൈൻമെൻറ്റ്. ഇതെന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടുന്നതായിട്ടാണ് കാണിക്കുക. കാരണം നമ്മൾ ഈ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, കൺസൈൻമെൻറ്റ് കോസ്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, റിലേറ്റഡ് ആയിട്ടല്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡാണ്. ആവറേജ് പ്രൈസിങ് മെത്തേഡിൽ സിമ്പിൾ ആവറേജ് പ്രൈസിങ് മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുക. എന്താണ്, ഫസ്റ്റ് ആവറേജ് പ്രൈസ് മെത്തേഡാണ്. ദെൻ അതിൻ്റെ മെത്തേഡ്സ് കുറേ ഉണ്ട്. അതിൽ നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് മെത്തേഡുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, താങ്ക് യു.